ഈ വാർത്ത പുറത്തു വന്നത് 2019 മെയ് 1 തൊഴിലാളി ദിനത്തിലാണ്. അതായത് 2019 ഏപ്രിൽ 19 ഹിമാലയ സാനുക്കളിൽ നേപ്പാൾ അതിർത്തിക്ക് സമീപം മൊഗാലു ബേസ് ക്യാമ്പിനടുത്തായിട്ട് യതിയുടെ കാൽപ്പാടുകൾ, പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പരാമർശിക്കുന്ന യതിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു. അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന, അങ്ങനെ പുരാണങ്ങളിലൊക്കെ പരാമർശിക്കുന്ന ഒരു നിഷ്ഠൂര മൃഗമായിട്ടുള്ള യതി, യയാതി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യതി, ആ യതിയുടെ കാൽപ്പാടുകൾ കണ്ടെന്ന് പറഞ്ഞാൽ ആ യതി ഇപ്പോഴും മഞ്ഞുമലകളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഒരു വാർത്ത സ്ഥിരീകരിക്കുന്നത് ഇന്ത്യൻ കരസേനയുടെ പർവ്വത നിരീക്ഷണ വിഭാഗമാണ്. അവർ സ്ഥിരീകരിച്ചാൽ നമുക്കൊന്നും സംശയിക്കേണ്ട കാര്യമില്ല, അത് യതി തന്നെയാണ്. ആ യതിയുടെ കാൽപ്പാടുകൾ കണ്ടെങ്കിൽ അത് പിന്തുടർന്ന് നോക്കിയാൽ യതിയെ കണ്ടെത്താൻ കഴിയും എന്ന് ഒക്കെയാണ് ആളുകൾ ആലോചിക്കുക. വാർത്ത പുറത്ത് വന്നതോടുകൂടി വമ്പിച്ച ചർച്ചകൾ നടന്നു. ചാനലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള വാഗ്വാദങ്ങളും ന്യൂസ് അവർ ചർച്ചകളുമൊക്കെ നടന്നു. യതി ഇപ്പോഴുണ്ടാകുമോ, ഇപ്പോഴില്ലേ, ഉണ്ടെങ്കിൽ എന്താണ് അവസ്ഥ, ഇല്ലാതിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ, പലതരത്തിലുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടു. അങ്ങനെ അന്വേഷണം മുറുകിയ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ കരസേനയുടെ ലൈസൺ ഓഫീസർ വിഗ്യാൻ സിംഗ് ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്ത് വിടുന്നത്. എന്താണ് ഔദ്യോഗിക പ്രസ്താവന? ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ട്. 32x15 വലുപ്പത്തിലുള്ള കാൽപ്പാടുകളാണ് കണ്ടെത്തിയത്. അത് കരടിയുടെ കാൽപ്പാടുകളാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെയുള്ള ആദിമ ഗോത്രവർഗ്ഗക്കാർ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നതോടുവിൽ. അങ്ങനെ വാർത്ത പുറത്തു വന്നതോടുകൂടി പുരാണ ഇതിഹാസങ്ങളിലെ യതി ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ വാഗ്വാദങ്ങളൊക്കെ ഒറ്റയടിക്ക് അവസാനിച്ചു. എല്ലാം നിശ്ചലമായി. ബ്രേക്ക് ന്യൂസ് വീണ്ടും ബ്രേക്ക് ഡൗണായി ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.